ഞാൻ ഇന്ന് രാവിലെ ഒരു 10 മണിയായപ്പോൾ ഒരു RTO ആവശ്യത്തിനായിട്ട് ഞാനിവിടെ RTO ഓഫീസിലെത്തിയതായിരുന്നു. അവിടെ ഞാൻ RTO കണ്ട് പരാതി കൊടുത്തു. ഞാനൊരു ഏകദേശം ഒരു 10:50 ആയപ്പോഴത്തേക്ക് താഴെ വന്നപ്പം RTO ഓഫീസിന് നേരെ ഫ്രണ്ടിൽ സാധാരണ പാർക്കിംഗ് ഏരിയയിൽ ഞാൻ വണ്ടി ഇട്ടിരിക്കുമായിരുന്നു. എൻ്റെ കാറ് ഞാൻ അവിടെ ഇട്ടിരിക്കുമായിരുന്നു. അതിന് നേരെ ഫ്രണ്ടിലായിട്ട് ക്രോസ് ചെയ്ത് 2-3 വണ്ടികൾക്ക് ക്രോസ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ കാർ, അത് അഡ്വക്കേറ്റ് ആണോ നമുക്കറിയില്ല, ഇദ്ദേഹത്തിന്റെ കാർ അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ എൻ്റെ ഡ്രൈവർ അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു. അപ്പം അദ്ദേഹത്തിനോട് പോയി പറയുന്ന സമയത്ത് ഇദ്ദേഹം യൂണിഫോമിലല്ലായിരുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്, വണ്ടി ഒന്ന് എടുത്ത് മാറ്റി തരണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ മൈൻഡ് ചെയ്യാതെ ഈ അഡ്വക്കേറ്റ് കോട്ട് എടുത്തിട്ട്, അപ്പം വിചാരിച്ചു കോട്ട് എടുത്തിട്ടതിന് ശേഷം മുന്നിലോട്ടൊന്ന് മൂവ് ചെയ്ത് തരുമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പം നമ്മൾ അങ്ങോട്ട് ഇയാൾ കോട്ടും എടുത്തിട്ടിട്ട് അപ്പം ഞാൻ കാറിനകത്ത് ഇരിക്കുക. ഇദ്ദേഹം പറഞ്ഞിട്ട് ഇയാൾ കേൾക്കാതെ ഇയാൾ തിരിഞ്ഞോടി, കോടതിയിലേക്ക് ഓടിയപ്പം ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയതാക്കാന്ന് വെച്ചാൽ പറഞ്ഞു ഇവരിങ്ങനെ എന്തോ പുള്ളി മൈൻഡ് ചെയ്യാതെ പോകുന്നു. ഞാൻ പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി ചാവി മേടിച്ചുകൊണ്ട് വരാൻ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടല്ലോ, ഹോളി ക്രോസിൽ എത്തേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ പിന്നാലെ ഓടിയപ്പം ഇയാൾ തിരിഞ്ഞു നോക്കിയില്ല. അപ്പം ഇയാൾ കുറച്ചുകൂടി സ്പീഡ്, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഗ്യാപ്പുണ്ട്. അപ്പോഴത്തേക്ക് അയാൾ അങ്ങോട്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ചാവി സാറേ ഒന്ന് മാറ്റി തരൂ സാർ എന്ന് പറഞ്ഞു. അപ്പം അയാൾ എന്നെ തിരിഞ്ഞൊരു രൂക്ഷമായിട്ട് നോക്കി. എനിക്ക് അയാൾ ആദ്യമായിട്ടാണ് കാണുന്നത്, എനിക്ക് അയാളെക്കുറിച്ച് അയാളും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു സാറേ ചാവിയെങ്കിലും തരൂ സാർ, എനിക്ക് അത്ര അത്യാവശ്യമാണ്, എനിക്ക് 12:30 ഡോക്ടറുടെ സമയം കഴിയും, ഹോളി ക്രോസിൽ എത്തേണ്ടതാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഒരു വലിയൊരു അസഭ്യം പറഞ്ഞിട്ട് അവർ പറയാ ഇവിടെ ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത്, നിങ്ങൾക്ക് ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത്, ഇവിടെ അതൊന്നും നടക്കത്തില്ല, ഇവിടെ ഞാൻ ഇടുന്നത് ഞങ്ങളുടെ നിയമം തന്നെ, ഞങ്ങളുടെ നീതി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു സാറേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, കോടതിയിലകത്തേക്ക് അങ്ങ് ഓടിക്കയറിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്നുകൊണ്ട് അവിടെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോഴും അവരെന്തോ, എനിക്ക് പിന്നെ കോടതിക്ക് അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ലല്ലോ, കാരണം ഞാൻ വാദിയല്ല പ്രതിയല്ല കക്ഷിയല്ല ഒന്നുമല്ല, അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കയറിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ കുറേ നേരം നിന്നിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനല്ലോ 11:30 മണി സമയം കഴിയുന്നു. അപ്പം എന്ത് ചെയ്തു, ഞങ്ങൾ ഇവർ വരുന്നതും കാത്ത് അവരുടെ കാറിന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോഴത്തേക്ക് കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നോക്കുക. അപ്പം അവിടെ വന്ന് ഒരു മനുഷ്യർ ഇത് ഇങ്ങനെ നിൽക്കുന്ന എന്താ, നിങ്ങളിവിടെ പറ്റുപോയി, ഞാൻ നടുവിന് കൈ കൊടുത്ത് നിൽക്കുന്നുണ്ട്, എനിക്ക് ശ്വാസതടസ്സം ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു മനുഷ്യരും ചോദിച്ചില്ല. അവിടെ ഒരുപാട് വക്കീലന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്, അവരെ സഹപ്രവർത്തകരെ എന്താണ് ഒരു കാര്യം എന്ന് അവർ ചോദിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നു. ഇദ്ദേഹം വന്നപ്പോൾ ചോദിച്ചു സാറേ നിങ്ങളുടെ അടുത്തല്ലേ ഞങ്ങൾ കാറ് മാറ്റിത്തരാൻ പറഞ്ഞു, എന്താ സാറേ നിങ്ങൾ ഈ കാണിച്ചെന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞ് ഒരു തെറിയും വിളിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് മനസ്സിലായിരുന്നു കാറ് മാറ്റാനായിട്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഏതൊരു മനുഷ്യർക്കും സ്വാഭാവികമായിട്ടും അയാളൊരു തെറിയും വിളിച്ച് പറയുമ്പം ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രകോപം ഞമ്മക്കും ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകളുണ്ടായി. ഓക്കെ, ഞാൻ പിന്നെ പിടിച്ചു. എന്നെ മോശമായിട്ട് പെരുമാറി, എന്നെ മോശമായിട്ട് തെറി വിളിക്കുമ്പോൾ ഏതൊരു മനുഷ്യർക്കും ഉണ്ടാകുന്ന പ്രതികരണമേ എനിക്കും ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ ഞാനായിട്ട് മോശമായിട്ട് ആരെടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അത് കഴിഞ്ഞ ശേഷം പുള്ളി ഈ സിദ്ദീഖ് എന്ന് പറഞ്ഞ ഇപ്പം അഡ്മിറ്റായി കിടക്കുന്ന പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞ വഴിക്ക് ഇപ്പം മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന അഡ്വക്കേറ്റ് ഓടി വന്ന് പുള്ളിയെ പിടിച്ചൊരറ്റ അടി. അപ്പൊ പുള്ളി അവിടെ കിടന്ന് കുറെ ബൈക്കുകളുടെ മണ്ടേ ചെന്നു ഫോണും താക്കോലും ഒക്കെ പുള്ളിയുടെ തെറിച്ചുപോയി. ഇവർ തമ്മിൽ ഭയങ്കര അടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ആ സമയത്ത് ഇദ്ദേഹത്തിന് കാണാൻ തന്നെ അയാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരാൾ എന്തെങ്കിലും അടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ ഈ വക്കീലെല്ലാം പറഞ്ഞു ഇവൻ അടിച്ച് കൊല്ലണോടാ, ഇവിടെ വന്ന് നമ്മുടെ വക്കീലമാരെ തട്ടകത്തി വന്ന് കളിക്കുന്നോ, വരുത്തമാർക്ക് ഇവിടെ എന്താ കാര്യമെന്നും പറഞ്ഞുകൊണ്ട് സിദ്ദീഖിനെ അവർ തലങ്ങും വിലങ്ങും അടിച്ച്. അപ്പൊ എന്തായാലും ഒരാൾക്ക് അവരെല്ലാം ഒറ്റക്കെട്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾക്ക്, അപ്പൊ പറഞ്ഞു യൂണിഫോം ഇട്ട ആളിനെ, അതായത് ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരാളെ ഉപദ്രവിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നിങ്ങളൊരു കാര്യം, തെറ്റെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കുക, പോലീസിന്റെ ഭാഗത്ത് തീരുമാനം, ഇവിടെ പോലീസും കോടതിയൊന്നുമില്ല, ഞങ്ങളൊക്കെ തന്നെയാണ് പോലീസും കോടതിയെന്നും പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഈ സിദ്ദീഖിനെ അടിക്കാൻ തുടങ്ങി. വലിയ ആചാനുബാഹുക്കളായ 2-3 പേരല്ല ആ വീഡിയോയിൽ. അപ്പൊ ഇത് എന്റെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോൺ എടുത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങി. അതിലൊരു വക്കീല്, എനിക്കറിയാം കണ്ട നല്ലോണം എനിക്കറിയാം, അയാളെ ഓടി വന്ന് എന്റെ ഫോണും തട്ടിപ്പറിച്ചിട്ട് എന്നെ ആവശ്യമില്ലാത്ത ഉപദ്രവം അയാൾ ഉപദ്രവിച്ചു. അയാൾ കിട്ടിയ അവസരം മുതലാക്കി. പക്ഷെ അതെനിക്ക് എന്നെ സംബന്ധിച്ച് എന്നെ ഒരാൾ ശാരീരികമായി എങ്ങനെയെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഏറെ പെണ്ണെന്ന നിലയ്ക്ക് ഞാൻ പ്രതികരിക്കും. അങ്ങനെ ഞാൻ പ്രതികരിച്ച സ്ഥിതിക്ക് ഞാൻ അയാളെ അടിച്ചു. ഞാൻ അയാളെ കണ്ണാടി പോയി പിടിച്ച് വലിച്ചു. എന്നെ ഉപദ്രവിച്ചതിന് ശേഷമാണ്. അതുവരെ ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ പോലീസിനെ വിളിയെന്നേ ഞാൻ പറഞ്ഞോളൂ, കാരണം ഇത് ഒരാളെ വടഞ്ഞിട്ട് ആക്രമിച്ച ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് ഇവരാരെ പിടിച്ചു മാറ്റാൻ അറിയില്ല. ആ കോടതി മുമ്പ് ഇരുന്ന ആൾക്കാരെല്ലാം വക്കീലന്മാരെല്ലാം അവരുടെ സൈഡാ. ഞാൻ പറഞ്ഞു നിങ്ങൾ സഹപ്രവർത്തകരെ കൂടെ നിന്നോളൂ, കുഴപ്പമില്ല, നിങ്ങളത് കേസ് ചാർജ് ചെയ്തോളൂ, ഞങ്ങൾക്കത് കുഴപ്പമില്ല, ഞങ്ങളത് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള മാർഗ്ഗങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇവിടെ പറ്റത്തില്ല എന്നാ പറഞ്ഞത്. അവിടെ പറ്റത്തില്ല, പോലീസും കോടതി നിയമമൊക്കെ നമ്മുടെയാന്ന് പറഞ്ഞു. അങ്ങനെ എവിടുന്നോ ഒരു പോലീസുകാർ അവിടെ വന്നപ്പോഴാണ് ഈ പ്രോബ്ലംസിൽ ഇതിങ്ങനെ ഇതുണ്ടായത്. അപ്പൊ ആ സമയത്തുള്ള അവർ സിദ്ദീഖിനെ തറയിലിട്ട് ചവിട്ടി, പിന്നെ നെഞ്ചത്തിടിച്ചു. സിദ്ദീഖിന്റെ കാലിൽ കമ്പിയുള്ളതാണ്.
ഒരു സിദ്ദീഖ് എൻ്റെ ഒരു ഡ്രൈവറാണ്. അപ്പം എന്നെ ഒരു കൊണ്ടുവരുമ്പോൾ എന്നെ സേഫായിട്ട് എത്തിക്കുക എന്നുള്ളത് സിദ്ദീഖിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പം എൻ്റെ അടുത്ത് ഒരു അസഭ്യം പറഞ്ഞ ഒരാൾ, ഒരു വക്കീൽ, അതും അത്രയും പേരും കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സിദ്ദീഖിനെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും അവർ സിദ്ദീഖിനെ ഇത്രത്തോളം അടിച്ച് അയാൾ സിദ്ദീഖിനെ മറന്ന് ഒരുപാട് ആവശ്യമാക്കി. അത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എനിക്ക് പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അയാൾ അസഭ്യം പറഞ്ഞു, എന്നെ മോശമായിട്ട് എൻ്റെ അടുത്ത് പ്രതികരിച്ചു. അവർ നിയമവും വ്യവസ്ഥയും പാലിക്കുന്നവരാണെങ്കിൽ അവരെന്തായാലും തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണമായിരുന്നത്, മീഡിയക്കാരെ വിളിച്ചു വരുത്തുകയോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെയ്യണം. അല്ലാതെ സിദ്ദീഖ് എന്ന് പറഞ്ഞ വ്യക്തിയെ എടുത്തിട്ട് അടിക്കുക അല്ല ചെയ്യേണ്ടിയിരുന്നത്. ഇതേ എനിക്ക് പറയാനുണ്ടായിരുന്നു. അവർ കിട്ടിയ അവസരം, അതായത് എന്നിട്ട് അവിടെ നിന്ന് ഒരു ലേഡി വക്കീൽ പറഞ്ഞു കൊടുക്കുക, ഇവളാണ് ഇതിനെല്ലാത്തിനും കാരണം, ഇവളാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവളെ ആദ്യം ഉപദ്രവിച്ച് കൊന്നുകളയാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാണ് അവിടെ നിന്ന് വക്കീലന്മാര്. ഇതൊക്കെ കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് ആരുടെ പേരറിയത്തില്ല. എന്നായാലും ഇവിടെ നിന്ന് കഴിഞ്ഞ് ഇവള് പുറത്തിറങ്ങുമല്ലോ, ഇവളെ വണ്ടി നമ്പർ നോട്ട് ചെയ്യും, ഇവളെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എടുക്കും, ഞങ്ങൾക്ക് ഇവളെ പുറത്ത് വെച്ച് കൈകാര്യം ചെയ്യാൻ ഒരുമാതിരി ഗുണ്ടകളെ പോലെ സംസാരിക്കുന്നത്. അപ്പം പിന്നെ ഇത് പോലീസ് കേസാക്കാതെ എങ്ങനെ ഇരിക്കും? എനിക്ക് എൻ്റെ സെക്യൂരിറ്റി നോക്കിയല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വന്നത്. അപ്പോൾ അവരും അത് പ്രശ്നം ഉണ്ടാക്കി. അവർക്ക് പിന്നെ വക്കീലന്മാരൊക്കെ ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ നിയമങ്ങളൊക്കെ അറിയായിരിക്കും. നമുക്ക് നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആക്രമിച്ചു, അതെ, തീർച്ചയായിട്ടും ആക്രമിച്ചു. അതുകൊണ്ടാണല്ലോ എനിക്ക് പരാതി വന്നത്. ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു, അതായത് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ CCTV ഉണ്ട്, ഗവൺമെന്റ് ഓഫീസിനകത്തെല്ലാം CCTV ഉണ്ട്. നിങ്ങൾ CCTV എടുത്ത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ അതിനുള്ള നടപടികൾ ചെയ്യൂ. നിങ്ങൾ നിയമം കയ്യിലെടുക്കല്ലേ. ഇവർ പറഞ്ഞെന്താണ്, യൂണിഫോം ഇരുന്ന ഒരാളെ ഞാൻ ഉപദ്രവിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം അങ്ങനെ പറയുന്ന ഒരാൾ, യൂണിഫോം ഇരുന്ന ഒരാളെ ഉപദ്രവിച്ചെങ്കിൽ അവർ അതിന്റെ നിയമത്തിന്റെ വഴിക്കാണ് പോകേണ്ടത്. അല്ലാതെ അവരൊരിക്കലും ഇങ്ങനെ ഒരാളെ അടിക്കുകയല്ല ചെയ്യേണ്ടത്. സിദ്ദീഖിന് ഈ സമയത്ത് എന്തെങ്കിലും, അതായത് അയാളെ ജീവൻ അപായം എന്ന് വെച്ചാൽ ആ കൊല്ലം കോടതിയിൽ എത്രത്തോളം വക്കീലന്മാരുണ്ടെന്നും അവരുടെ ഗുമസ്തന്മാരുണ്ടെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് ഇവരിങ്ങനെ ഇത്രയും പേരും കൂടെ ചേർന്നാക്കി സിദ്ദീഖിന് ജീവന് ആപത്ത് സംഭവിച്ചാൽ ഇവരെന്തിന് സമാധാനം പറയുമായിരുന്നു? ഒരു അടിയുടെ പേരിൽ ഇവരെന്ത് സമാധാനം പറയുമായിരുന്നു? അതിന് സമാധാനം ഞാൻ പറയണ്ട അവരുടെ വീട്ടുകാരോട്. നിങ്ങളുടെ പ്രധാന പരാതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി അവർ അതിന് ആ സമയത്ത് അവരെന്ത് ചെയ്തത്? ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരി, ഞാനാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയെന്ന് പറഞ്ഞാൽ അവരെന്തിനാ എന്നെ ഫിസിക്കലി ഉപദ്രവിക്കുന്നത്? അവർക്ക് എന്നെ കുറിച്ച് കംപ്ലൈന്റ്, ആസ് എ ലേഡി എന്ന നിലയ്ക്ക് അവരെന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവരെന്നെ സ്റ്റേഷനിൽ കൊണ്ടുവരണമായിരുന്നു. അവർക്ക് എന്നെ സ്റ്റേഷനിൽ അവർ എന്നെ ഡീറ്റെയിൽസ് എടുക്കണമായിരുന്നു. അതല്ലേ അവർ ചെയ്യേണ്ടിരുന്നത്? അവരൊരു നിയമപാലകരല്ലേ, വക്കീലല്ലേ. ഫസ്റ്റ് അഡീഷണൽ കോടതിയിൽ എനിക്കൊരു ജാമ്യാപേക്ഷ വാദം പറയേണ്ടതായിരുന്നു. അപ്പം ഞാൻ ഇതിൽ കുട്ടിയത്തെ ബ്ലോക്കൊക്കെ ആയിരുന്നു ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഓടിയെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കളക്ടറേറ്റിനകത്ത് തന്നെ വക്കീലന്മാർക്കുള്ള ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള പ്രത്യേകം സ്ലോട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോ പാർക്കിംഗ് അഡ്വക്കേറ്റ്സ് ഉള്ളിൽ നിന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ട് ചെന്നപ്പോൾ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട്. സാധാരണഗതി ഞങ്ങൾ എന്ത് ചെയ്യും, വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഞങ്ങൾ കോടതിയിലേക്ക് പോകാറുണ്ട്. ഇനിയിപ്പം വക്കീലന്മാർക്കുള്ള വണ്ടി മാത്രമാണ് വണ്ടി ഇടാറുള്ളത്. സോ നമ്മളത് അഥവാ ഇനി വേറെ ആരെങ്കിലും വണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കോടതിയിൽ നമ്മുടെ അസോസിയേഷൻ ആളുവന്ന് അവളത് ഇന്ന വണ്ടി ആർക്കെങ്കിലും ചോദിക്കും മാറ്റാറുണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വണ്ടി ഓടിയിട്ട് ഞാനങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ലേഡി എൻ്റെ പുറക്കെ ഓടി വരുന്നു, വണ്ടി മാറും. അപ്പോൾ ഞാൻ കോടതിയിൽ എത്തിക്കഴിഞ്ഞു. കോടതി അതിൻ്റെ 4ാമത്തെ കേസായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരാണ്, എനിക്ക് മനസ്സിലായില്ല. ദെൻ എനിക്ക് കാറിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. സോ ഞാൻ പെട്ടെന്ന് തന്നെ കോടതിക്കകത്ത് കയറി 3ാമത്തെ കേസായിട്ട് എൻ്റെ വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ ഗുമസ്തൻ്റെയും ജൂനിയറിൻ്റെയും ഞാൻ പറഞ്ഞു കാറ് മാറ്റി കൊടുക്കണം, ആരോ നിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സാർ എൻ്റെ കേസ് അടുത്താണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കേസ് വിളിച്ചു. എൻ്റെ ബാക്കി ഒരു 3 കേസ് വിളിക്കേണ്ടായിരുന്നു. ഞാൻ ആ കേസ് വിളിച്ച് നേരെ ജൂനിയറിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ ഈ വണ്ടി എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ക്ലയൻറ്റുമായിട്ട് ഞാൻ പോവുക. ചെന്ന് ഈ വണ്ടി മാറ്റി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. അത് വേറെ ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു ഓറഞ്ച് ചുരിദാർ ലേഡി നേരെ എൻ്റെ മുമ്പിൽ കൈയും കെട്ടി ബാഗിൽ കൈ കൊണ്ടുവന്ന് താൻ ആരാടോ എന്നാണ് ആദ്യം എന്നോട് ചോദിക്കുന്നത്. അതാ മുകളിലത്തെ CCTVയിലേക്ക് വളരെ വ്യക്തമായിട്ട് ആ ദൃശ്യരക്ഷ കാണും. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ വേഷം കണ്ടാൽ മനസ്സിലായില്ലേ, ഞാൻ വക്കീലെന്നുള്ള കാര്യം മനസ്സിലായില്ല. തന്നെ ഇവിടുത്തെ വക്കീലല്ലോ, എന്താ ഇങ്ങനെയാണോ? ഞങ്ങൾ എത്ര മണിക്കൂറാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുക? ഞാൻ പറഞ്ഞില്ലേ കോടതിക്കകത്താണ്. ഓക്കെ, ഞാനത് നിങ്ങളുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റാൻ വേണ്ടി ഓടി വരുന്നത്. അപ്പോൾ ഇവർ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. ഞാൻ പറഞ്ഞു മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അത് ശരിയായ നടപടിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞെടുക്കാമെന്ന് ഞാൻ ലേഡി എൻ്റെ കൈ കയറി പിടിക്കുക, എൻ്റെ ഉടുപ്പിലെ കോട്ടിൻ്റെ ഗൗനത്ത് കയറി പിടിക്കുന്നത്. അപ്പോൾ പയ്യൻ ഓടി വന്നിട്ട് എന്നെ തടഞ്ഞു നിർത്തിയിട്ട് വണ്ടി മാറ്റിയിട്ട് പോടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യൂണിഫോം വയ്ക്കുന്ന വക്കീലിൻ്റെ ദേഹത്തേരി പിടിക്കുന്ന മോശമല്ലേ? അപ്പോൾ പിടിച്ചാൽ നീ തോന്നി വീണ്ടും അവരെന്നെ ആക്രമിക്കണം. അപ്പോൾ അവർ ആ ലേഡി എന്നെ ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെറിയൊരു വാശി തോന്നും, സ്വാഭാവികമായിട്ടും തോന്നുന്ന വാശി നമ്മുടെ ദേഹത്തേരി പിടിക്കുമ്പോണ്ടാകുന്ന വാശി. ഞാൻ തിരിഞ്ഞെടുപ്പോൾ ആ ലേഡി പെട്ടെന്ന് ഞാൻ യൂണിഫോമിൽ നിൽക്കുക, ഞാൻ ഓൺ ദ ബാൻഡ്, എനിക്ക് വീണ്ടും അടുത്ത കോടതിക്കേണ്ട കാര്യമുണ്ട്, ബാൻഡ് നിൽക്കണം. അവരെൻ്റെ ഉടുപ്പിൽ കയറി പിടിച്ച് എൻ്റെ ബട്ടൺസ് മൊത്തം പൊട്ടി എന്നെ പിടിച്ച് വലിച്ചു. ഞാനും തിരിച്ചു മറ്റേ പയ്യനെ പിടിച്ചപ്പോഴാണ് ആ പയ്യൻ എന്നെ കൈമുറുക്കി എൻ്റെ മുഖത്ത് ഇവിടെ ഇടിക്കുന്നത്. അതിൻ്റെ പാടാണ് ഈ കാണുന്നത്. ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ലേഡിയും കയറി എൻ്റെ കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്ത്രീ കൂടെ ഉണ്ടായത് കാരണം എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനപ്പോൾ എൻ്റെ തൊട്ടപ്പം രശ്മി സിദ്ധറുണ്ട്, സന്തോഷമുണ്ട്, അവിടെ ബാക്കിയുള്ള വക്കീലന്മാരുണ്ട്. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ച് പെട്ടെന്ന് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്, പെട്ടെന്ന് വരാൻ പറയും. അപ്പോൾ ഇവർ എല്ലാവരെയും വിളിച്ച് എവിടെ എന്താ
അപ്പോൾ എല്ലാ വക്കീലന്മാരും ഓടി വന്നു. അപ്പോൾ എൻ്റെ ഉടുപ്പൊക്കെ കീറി നിൽക്കുന്നു, എൻ്റെ ബാൻഡ് മൊത്തം കീറി നിൽക്കുന്നു, എൻ്റെ മുഖത്ത് ഇടികൊണ്ട് പരിക്ക് നിൽക്കുന്നു, എൻ്റെ അവൻ്റെ കയ്യിൽ എന്തോ ഒരു ആയുധം വെച്ചിട്ട് വയറ്റിനകത്ത് കുത്തി, എൻ്റെ വയറ്റിനകത്ത് പാടുണ്ട് സംഗതി. അപ്പോൾ ഞാനിപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഇനി എന്താണെന്നുള്ള അറിയില്ല, കട്ടികളെന്ത് സംഗതി വെച്ചിട്ടാണ് പയ്യനൊരു കുത്തി. എനിക്ക് തോന്നുന്നു എൻ്റെ കാറിൻ്റെ ഈ വണ്ടി ബ്ലോക്കായി കിടന്നതിൻ്റെ ദേഷ്യത്തിൻ്റെ കാറിൻ്റെ കാറ്റൊക്കെ അഴിച്ചുകൊണ്ട് ഞാനിപ്പോഴാണ് അറിയുന്നത്. കാറിൻ്റെ കാറ്റൊക്കെ അഴിച്ചുകൊണ്ടാണ് അവരെൻ്റെ അവിടെ നിന്നത്. അവർ എന്താണെന്ന് ഞാനതായിട്ടാണ് അവരെ കാണുന്നത്. എനിക്ക് അവർ യാതൊരു പരിചയമില്ല. അപ്പോൾ എന്നെ ആക്രമിക്കാൻ നിന്നിട്ടാണ് ബാക്കിയുള്ള അവിടെ നിന്നും 1-2 വക്കീലില്ലാത്ത ആൾക്കാർ വരെ എന്നെ ഒന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്, എന്നെ അവരെയും പിടിച്ചു മാറ്റുന്നുണ്ട്. ഇതിനതോടൊപ്പം തന്നെ പിന്നീട് വക്കീലന്മാരിൽ ഓടി വന്നൊരു സ്കഫിലും പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെയാണ് അവരെ എന്തോ എനിക്കറിയില്ല. അപ്പോൾ തന്നെ എന്നെ എല്ലാവരും പിടിച്ചുകൊണ്ട് ഞാൻ പോരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സീനിൽ ഞാൻ മാറിപ്പോരുന്നു. കാരണം വെച്ചാൽ എൻ്റെ ഉടുപ്പ് കീറി, ഗൗൺ കീറി, എൻ്റെ വയറിന് എന്തോ ഒരു കട്ടിയുള്ള സാധനം വിശീടിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അസോസിയേഷനിൽ പോരുന്നു. ബാക്കി അവിടെ നടന്നെന്നുള്ള ഞാൻ ഫാമിലി എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത്, ജീവിതത്തിൽ ആദ്യമായിട്ട് അവരെ കാണുന്നത്, രണ്ടുപേരെ കാണുന്നത്. എനിക്കവരെ പ്രത്യേകിച്ച് ഒരു പരിചയമില്ല. വണ്ടി കൊണ്ടിട്ടൊന്നും മാത്രമേ എനിക്കറിയാം, വേറെ ഒന്നും എനിക്കറിയില്ല. എൻ്റെ പേര് കൃഷ്ണകുമാർ, IK കൃഷ്ണകുമാർ.